ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി ഖൽഖില്ലാ വഅലികുല്ലി വസ്വഹാബ അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഖുലിഖ വൽ ഖാതിമി ലിമാ സബഖ വൻ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലിഹി സ്വലാത്തൻ തജ്അലു കലാമി മുൽഹമൻ നാഫിഅ. വഖൗലുഹു വാക്ക് ഇലസ്സമാഇ എന്നുള്ള വാക്ക് ഇഷാറത്തുൻ അത് സൂചനയാണ്. ഇല റദ്ദി അലാമൻ സഅമ വാദിച്ചവരുടെ മേൽ. സഅമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതധികവും പൊള്ളയായ ഒരു കാര്യത്തെ പറയുമ്പോഴത്തേനാണ്. എന്തെങ്കിലും തരത്തിൽ തെളിവ് വച്ചിട്ട് പിടിക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ എന്നൊക്കെയാണ് പറയൽ. അലാമൻ ദഅവ വാദിച്ചവൻ വാദം നടത്തിയവൻ, ആ വാദം നടത്തിയവന് തെളിവ് കൊണ്ടുവരിക. അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ എന്നാണല്ലോ കായിദുള്ളത്. വാദിച്ചവൻ ആണ് പിന്നെ ബയ്യിനത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനെന്ത് കൊടുക്കും? ഒരു പരിഗണന കൊടുക്കും വാദത്തിന്. സഅമ എന്ന് പറയുമ്പോൾ അതിന് ആ വാദം എന്നുണ്ടെങ്കിലും അതെങ്ങനായാലും അതിനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു നിലക്കും അംഗീകാരം എവിടെയും കൊടുത്തിട്ടും ഉണ്ടാവില്ല. പിന്നെ പിഴച്ച വാദവുമേക്കാരം. അതിനെതിരെ തെളിവ് നിലനിൽക്കുന്നത് കൊണ്ടുമാണ് അതിനെന്ത് പറയൽ? സഅമ എന്ന് പറയൽ. വല സഅമത്തിനി ഷെയ്ഖ വലസ്തു ബി ഷെയ്ഖിൻ ഇന്നമ ഷെയ്ഖു മൻ യദിബ്ബു ദബീബാന്ന് കവി പറഞ്ഞില്ല. അവൾ എന്നെ ഷെയ്ഖാണെന്ന് വാദിച്ചു. ഇന്നമ ഷെയ്ഖു മൻ യദിബ്ബു ദബീബ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞിങ്ങനെ വേഞ്ഞൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വേഞ്ഞ് നടക്കുന്ന ആളാണ് അങ്ങനെ വാദിക്കുക പോലും വേണ്ട. അപ്പം അത്രക്കും വ്യക്തമാണ് ഈ പറയുന്ന ആൾക്ക് ഉറപ്പാണ്. എന്താണ്, ഞാൻ വേഞ്ഞ് നടക്കുന്ന ആളൊന്നുമല്ല, പിന്നെ അതുകൊണ്ട് ഞാൻ ആരുമല്ല, വൃദ്ധനുമല്ല, അവളുടേതൊക്കെ വെറും പൊട്ടിപ്പൊളിഞ്ഞ വാദമാണ് എന്ന് അങ്ങനെ പറയും. അപ്പം എന്നതുപോലെയുള്ള ഒരു പിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു പരിഗണനയും കൊടുക്കാത്ത വാദത്തിനാണ് സഅമ എന്ന് സാധാരണയായിട്ട് പറയാറുള്ളത്. ശേഷം അലാമൻ സഅമ അന്നൽ മിഅ്റാജ് ഫിൽ യഖ്ള. മിഅ്റാജ് യഖ്ളത്തിലാണ്. ലം യകുൻ ഇല്ലാ ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഉള്ളൂ. അലാ നതഖ ബിഹിൽ കിതാബ്. ഖുർആൻ പറഞ്ഞത് പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് യഖ്ളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അലാമ അന്നൽ മിഅ്റാജ് ഫിൽ യഖ്ളത്തി ലം യകുൻ ഇല്ലാ ഇലാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത്? നിമിതങ്ങൾ പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരാണ് എന്ത് ചെയ്തത്, പോയിട്ടുള്ളത്. അലാമാനത്തൊക്കെ ബിഹിൽ കിതാബ്. ഖുർആൻ പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് പ്രകാരമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറമുള്ളതൊന്നും ഇല്ലയെന്ന് ചില ആളുകൾ വാദിച്ചിട്ടുണ്ട് എന്ന്. അപ്പം അതിനെ പിന്നെ റദ്ദ് ചെയ്യാനാണ് ഇലസ്സമാ എന്ത് ചെയ്തത് പറഞ്ഞത്. ആകാശത്തിലേക്കുണ്ട് എന്ന് ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. വഖൗലുഹു സുമ്മ ഇലാ മാ ശാ അല്ലാഹു തആല എന്നുള്ള വാക്ക് ഇശാറത്തുൻ അത് സൂചനയാണ്. അല ഇഖ്തിലാഫി അഖ്വാലി സലഫി. സലഫീങ്ങളുടെ ഖൗലിൻ്റെ ഇഖ്തിലാഫുകളുടെ മേലിലുള്ള സൂചനയാണ്. നേരത്തെ പറഞ്ഞത് റദ്ദിലേക്കുള്ള സൂചനയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇഖ്തിലാഫിലേക്കുള്ള സൂചന. ഫഖീല ഇലൽ ജന്ന എന്നുണ്ട്. ഇലാ മാ ഷാ അല്ലാ എന്ന് അവിടെ പറഞ്ഞപ്പോൾ അവിടെയും എന്തുണ്ട്, പിന്നെ ഇഖ്തിലാഫുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇഖ്തിലാഫിലേക്ക് അങ്ങോട്ട് സൂചന നൽകിയിട്ടാണ് അവിടെ ഇലാ മാ ഷാ അല്ലാ എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങട്ടാന്നുള്ളത് എന്താവില്ല, അറിയില്ല. അപ്പോൾ അല്ലാഹു തആല ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്കാണ് എത്തിയത്. സ്വർഗ്ഗമോ ഞാൻ അതിൻ്റെ അപ്പുറമോ സ്വർഗത്തിൻ്റെ അപ്പുറമുള്ള ഒരു ലോകമോ അതെന്താന്നുള്ളത് അറിയില്ല. അപ്പുറം പറഞ്ഞൊക്കെ ഉയരമാണ് എന്ന് വിചാരിക്കേണ്ട. ഇത് ആകാശത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആകാശത്ത് ഉയരത്തേക്ക് പോയി, പിന്നെ ആകാശത്തിന് അള്ളാഹത്തേക്ക് പോയി പറഞ്ഞ സമയത്ത് അതിൻ്റെ അപ്പുറം പോയി എന്നാണെങ്കിൽ
അപ്പോൾ അള്ളാഹു താല ആകാശത്തിൻ്റെ മേലെയാണോ എന്ന് എന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയണം. പിന്നെ അള്ളാഹു താല ആകാശത്തിൻ്റെ മേലെ അള്ളാഹു താല ആകാശത്തിൻ്റെ മേലെയല്ല, അള്ളാഹു താല ആകാശത്തിൻ്റെ താഴെയല്ല, അള്ളാഹു താല ആകാശത്തിൻ്റെ സൈഡിലുമല്ല, അള്ളാഹു ആകാശത്തിലുമല്ല, അള്ളാഹു ഉള്ളിടത്ത് സ്പേസ് ഇല്ല. അള്ളാഹുവിന് എന്ത് വേണ്ട? സ്പേസ് വേണ്ട. ഇവിടെ ആണെങ്കിൽ എന്ന് പറയുമ്പോഴല്ലേ അവിടെ വരുള്ളൂ. കോഴിക്കോടുകാർക്ക് കാസർഗോഡിൻ്റെ മുമ്പാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ കാസർഗോഡിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലാണ് കണ്ണൂർ. അപ്പോൾ കാസർഗോഡിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലുള്ള എത്ര വിന്യാസം, എത്ര വിസ്തൃതി, എത്ര വ്യാപ്തി, അപ്പോൾ അതൊക്കെ കണ്ണൂരിനെ വെച്ച് അളക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു അവിടെ എന്ന് പറയുമ്പോൾ അത്ര അള്ളാഹ്ക്ക് വീതിയുണ്ട്, നീളമുണ്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു എവിടെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എവിടെയും പറയില്ല. അപ്പോൾ ആകാശത്തിലേക്ക് എന്ന് അവിടെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു ഇലാമ, പിന്നെ അവിടുന്ന് ഇലാമാഷാ അള്ളാഹ് എങ്ങട്ടാന്നുള്ളത് അറിയില്ല. പിന്നെ ഖീല പറഞ്ഞു, വഖീല ഇലൽ ജന്ന, സ്വർഗത്തിലേക്കാണെന്ന് എന്ത് ചെയ്തു, ഒരു ഖീല അവിടെ പറഞ്ഞു. വഖീല ഇലൽ അർഷ്, വഖീല ഫൗഖൽ അർഷ്, വഖീല ഇലാ തുറഫിൽ ആലം, ആലമിൻ്റെ അഗ്രത്തിലേക്ക് ഒക്കെ ഖീലകളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇനി ഫൽ ഇസ്റാഉ വഹുവ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. അതാണ് പ്രയാണം. അപ്പോൾ അത് രാത്രിയാണ്, പകലിൻ്റെ മുക്കാബിലയിൽ വരുന്ന രാത്രി. മിഅ്റാജോ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അത് രാവ് പകൽ എന്നൊന്നുമില്ല. അത് ഇവിടുന്ന് കണ്ട് വിട്ട് കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ മണ്ഡലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാവും പകലൊന്നും ഇല്ല. അപ്പോൾ സൂര്യന് ഉദിക്കണീനൊത്തിട്ടാണ് രാപ്പകലുകൾ എന്ത് ചെയ്യുന്നത്, മാറി മറിയുന്നത്. അത് ഭൂമി തോലിക്ക് പിന്നെ ഇബാദത്തെടുക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ ലോകത്തും അവിടെയുള്ള ആത്മാക്കളുടെ ലോകത്തൊക്കെ അവിടെ തന്നെ രാവും പകലൊന്നും വേണ്ട. അതാണ് പിന്നെ അവിടെ മിഅ്റാജ് എന്നവിടെ പറഞ്ഞത്. ഇനി പിന്നെ മിഅ്റാജിന് മേലേക്ക് ഉറൂജ് എന്ന് പറഞ്ഞാൽ മേലെ കയറുക എന്നുള്ളതല്ലേ. അപ്പോൾ അള്ളാഹു തആല മേലെയാണോ എന്ന് വന്നേ വേണ്ട. മിഅ്റാജിന് ഉറൂജ് പറഞ്ഞാൽ മേലോട്ട് കയറുക എന്നുള്ളതിൻ്റെ അർത്ഥം പിന്നെ ഒരു സ്പേസ് കൊണ്ടുള്ള മേലോട്ട് കയറി എന്ന് തന്നെ എന്താക്കണം, എന്ന് തന്നെ അർത്ഥം വെക്കണം എന്നുമില്ല. അള്ളാഹുവിൻ്റെ പിന്നെ സമീപത്തിലേക്കുള്ള ഉൽവിയായ മിഅ്റാജ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, മിഅ്റാജിന് അർത്ഥം വെക്കാം. അതിന് നമ്മൾ പലപ്പോഴും പറയുന്ന സമയത്തൊക്കെ അള്ളാഹിനെ കാണാൻ വേണ്ടി മുത്തുനബി മേലേക്ക് പോയി എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹ് ഇപ്പം മേലെയാണോ എന്ന് ആ ഒരു വാദം അവിടെ നമ്മളറിയാതെ പോലും നമ്മളത്തെ ആ വാദം വരാൻ പാടില്ല. അപ്പോൾ ഫൽ ഇസ്റാ വഹുവ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ ബൈത്തുൽ മുഖദ്ദസ് ഖത്ഇയ്യുൻ സബത ബിൽ കിതാബി, കിതാബ് കൊണ്ട് സ്ഥിരപ്പെട്ട ഖത്ഇയ്യായ ഗണ്ണിക്കാൻ കഴിയാത്ത തെളിവാണ്. വൽ മിഅ്റാജ് മിനൽ അർളി ഇല സമാ, അർളിൽ നിന്ന് സമായിലേക്കുള്ളതാണ്. മഷ്ഹൂറുൻ, അത് മഷ്ഹൂറാണ്. വമിനസ് സമാ ഇലൽ ജന്നത്തി, സമായിൽ നിന്ന് ജന്നത്തിലേക്ക്. അവിൽ അർഷിയ വഗൈരി ദാലിക, സമായിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോയത്, അർഷക്കാണോ ഫൗക്കൽ അർഷാണോ തൊർഫുൽ ആലമിലേക്കാണോ, മേലെ പറഞ്ഞ ഖീലകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയണത് അതൊക്കെ ആഹാദുൻ, അതൊക്കെ ഒറ്റപ്പെട്ട വഴിയിലൂടെ വന്ന റിവായത്തുകളാണ്. അപ്പോൾ ഈ വിഷയത്തിലെ റിവായത്തുകൾ ഒന്ന് പിന്നെ ഖത്ഇയായ പിന്നെ ദലീലുണ്ട്, മഷ്ഹൂറായ ദലീലുണ്ട്, ആഹാദിൻ്റെ ദലീലുണ്ട്. എന്തായാലും പിന്നെ മർദൂദായതോ മഷ്കൂക്ക് ഫീഹി ആയതോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിച്ചിട്ട് ഇല്ല. സുമ്മ സ്വഹീഹ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമാ റഅ റബ്ബഹു, തൻ്റെ റബ്ബിനെ കണ്ടത് ബിഫുആദിഹി, തൻ്റെ ഹൃദയം കൊണ്ടാണ്, ലാബി ഐനിഹി, എന്തല്ല ഐന് കൊണ്ടല്ല, ലാബി ഐനിഹി ഐന് കൊണ്ട് അല്ല. അത് പിന്നെ നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടല്ലോ. നോക്കുകയാണെങ്കിൽ വബാറത്തുൽ അല്ലാമത്തു ശാരിഹ് ഫി ശർഹുൽ മഖാസിദിൽ വമാ ഖാല ബിഹി ബഅ്ദു സലഫി മിൻ വഖൂഇ റുഅയത്തി ബിൽ ബസ്വരി ലൈലത്തുൽ മിഅ്റാജ് ഫൽ ജുംഹൂർ അലാ ഖിലാഫിഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റവാ ബി ഖൽബി ഇൻദഹു
റഅ ബിഫുആദി മറത്തൈൻ അലാ അന്ന അല്ലാഹു തആല ജഅല ബസറഹു ഫീ ഫുആദിഹി ഫനദറ ഇലൈഹി വഹുവ ഖൗലു വസത്തും ബൈന നാഫിയൈൻ. അപ്പോൾ ഒരു ടീം പറഞ്ഞു കണ്ണുകൊണ്ടാണ് കണ്ടു പറഞ്ഞു, ഒരു ടീം പറഞ്ഞു കൽബ് കൊണ്ടാണ് ഫുആദ് കൊണ്ടാണ് കണ്ടു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ലാഹു തആല ഹബീബായ തങ്ങളുടെ ഐനിനെ ഫുആദിൽ വെച്ചുകൊണ്ട് ഫുആദ് കൊണ്ട് എന്ത് ചെയ്തു കൊണ്ട്, അപ്പോൾ കണ്ടുകൊണ്ട് കണ്ടു എന്നുള്ളതായി ഫുആദ് കൊണ്ട് കൊണ്ടു എന്നുള്ള. എന്തായാലും നമ്മളെ ഇത് നബിതങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹുവിന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ പറ്റുമോ, അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു തടിയിലുള്ള ഒരു വസ്തുവിനെ കാണാനുള്ള സംവിധാനം ഇപ്പം അള്ളാഹു താല നമ്മളെ കണ്ണിന് നൽകിയിട്ടുള്ളൂ. അള്ളാഹു താല എന്ത് ചെയ്യും, ആ കാണാൻ ഉള്ള തടിയില്ലാത്ത, രൂപമില്ലാത്ത, ആകൃതിയും ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒന്നിനെ കാണാനുള്ള പവർ അള്ളാഹു താല ചില കണ്ണുകളിൽ സൃഷ്ടിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അള്ളാഹുവിനോട് കാണണമെന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞു ഇന്നക ലൻ തറാനീ എന്ന് പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടില്ല, ഞാൻ കാണപ്പെടില്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ കാണാൻ പറ്റൂല പറഞ്ഞിട്ടില്ല. മുഫസ്സിറുകളൊക്കെ അതിനെ വിശദീകരിച്ചിട്ട് അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഇന്നക ലൻ തറാനി, അനക്കിപ്പം എന്നെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വിൽ ബി സീൻ, ഐ കുഡ് ബി സീൻ, എന്നെ കാണപ്പെടാൻ കഴിയും. അപ്പോൾ ഇനി കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അനുഭവേദ്യമായ കാര്യങ്ങളിലൂടെയുള്ള കാഴ്ച, കൺവെട്ടത്ത് വരുമ്പോഴുള്ള കാഴ്ച, ഒരു വസ്തുവിലേക്ക് അങ്ങോട്ട് പ്രകാശം തട്ടിക്കൊണ്ട് തിരിച്ച് കണ്ണിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള തലകീഴെ നടക്കുന്ന ഇത് ഇൻവെർട്ടർ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാഴ്ച, അത് വെളിച്ചം കൂടിയാൽ കാണാൻ പറ്റാത്ത കാഴ്ച, ബ്രൈറ്റ് പറ്റ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലിയർ ഇല്ലാത്ത കാഴ്ച, ഇങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചയുടെ വകഭേദങ്ങൾ മാത്രം അവിടെ വെച്ചുകൊണ്ട് അങ്ങനെ മാറി ചിന്തിക്കേണ്ട ആവശ്യവും അവിടെ ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, കാണും. അതിനെ വിധങ്ങൾ എന്ത് ചെയ്തു, അത് കണ്ടു. അപ്പോൾ അതിനെ ഇല്ല എന്നുള്ള റിവായത്തുകൾ അതുണ്ട് ഇസ്ലാമിൽ. ഇതല്ലാത്ത പല വിഷയത്തിനും എന്തുണ്ടല്ലോ, പിന്നെ ഇഖ്തിലാഫുകൾ പല വിഷയത്തിനുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇതുണ്ട്. അല്ലാതെ ഒരു സംഗതിക്ക് ഖിലാഫ് വരുമ്പോൾ അതിൻ്റെ മറ്റേ വശം ഇടിഞ്ഞുപോയി എന്ന് ആർക്കും അഭിപ്രായമൊന്നുമില്ല. ഒരു സാധനത്തിന് ഖിലാഫ് വന്ന അതിൻ്റെ അർത്ഥം ആ സാധനം പിന്നെ ഇത് പോയി എന്നുള്ളതല്ലല്ലോ, ഫലം പോയി എന്നുള്ളതല്ലല്ലോ. രണ്ട് തെളിവും പരസ്പരം ഇതാ തനാക്കുള തസാക്കത്ത എന്നൊക്കെ പറയുമ്പോൾ രണ്ടും പരസ്പരം തനാക്കുളായി കഴിഞ്ഞാലാണ് രണ്ടും തസാക്കത്തും എന്താവുന്നില്ല, തനാക്കുളാവുന്നില്ല. നമ്മളിവിടെ അതിനെ സ്ഥാപിച്ചല്ലോ, ഫുആദ് കൊണ്ട് കണ്ടു, അയിന് കൊണ്ട് കണ്ടു. അപ്പോൾ അതിന് ഫുആദിൽ അതിന് വെച്ച് കൊടുത്തു എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകളുടെ അഭിപ്രായവും ധാരാളം മറ്റ് പണ്ഡിതന്മാരുടെ അഭിപ്രായമൊക്കെ വെച്ചിട്ട് മുത്തനബി അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അൽ കലാമു ഫി കറാമാത്തിൽ ഔലിയാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്ത് സംബന്ധിയായിട്ടുള്ള വിഷയം. അള്ളാഹു തആല മഹാന്മാരായ ഔലിയാക്കളോടുള്ള നമ്മുടെ ഹൃദയബന്ധം അള്ളാഹു തആല ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. വ കറാമത്തുൽ ഔലിയായി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ള കറാമത്ത് ഹഖാണ്, അത് ഹഖാണ്, അതിൽ ആർക്കും സംശയമൊന്നും ഇല്ല. വൽ വലിയു, ആരാണ് വലി? വൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാത്തിഹി ഹസബ മാ യുംകിനു. വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് തിരിച്ചറിഞ്ഞ ആളാണ്. ആരിഫ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തുള്ള ആൾ. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിന് എന്തർത്ഥം വെക്കും, സാധാരണ മഅരിഫത്തിന് അറിയാമെന്നർത്ഥം വെക്കും. അറിയാമെന്നുള്ള അർത്ഥം മഅരിഫത്തിനും പോരാന്നുള്ളത് നമ്മളറിയണം. ഇൽമും ഇർഫാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അജ്ഞമായ ആദ്യം ഒരു സംഗതിയെ തൊട്ട് ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് എന്താവില്ല, അറിവൊന്നും ഒരു ജഹാലത്ത് മുൻകടന്നിട്ട് പിന്നെ കിട്ടുന്ന അറിവിനേക്കാണ്
മഅരിഫത്ത് തരാം. ഇൽമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൽമിന് ആദ്യം ജഹാലത്ത് മുൻകടക്കണമെന്നില്ല. അതിനെക്കുറിച്ച് ആദ്യമേ ഉള്ള നോളജ്. അപ്പോൾ അള്ളാഹുവിന് എല്ലാം ഇൽമാണുള്ളത്, എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹിന്. കാരണം ഒന്നിനെക്കുറിച്ച് അള്ളാഹ്ക്ക് ആദ്യമേ ജഹാലത്ത് ഒന്നിനെക്കുറിച്ച് സാബിഖല്ല. പക്ഷേ നമുക്ക് അള്ളാഹിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അള്ളാഹ് ഉണ്ട് എന്നുള്ള ഇൽമേ ഉണ്ടാവുള്ളൂ. പിന്നീട് എന്ത് ചെയ്യും? അള്ളാഹുവിനെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ആരിഫീങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവരെ ആരിഫ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആൾ എന്നൊക്കെ അർത്ഥം വരും. തത്വജ്ഞാനി എന്നൊക്കെ പറയും. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ മൂപ്പര് വായിന്ന് പിന്നെ തത്വങ്ങളെ വരുള്ളൂ. തത്വജ്ഞാനിയായിട്ട് എന്തെയുള്ള വരുള്ളൂ. കാരണം അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യത്തെ അറിഞ്ഞു. യാഥാർത്ഥ്യത്തെ അറിഞ്ഞവന് യാഥാർത്ഥ്യങ്ങളാണ് പറയുക. അപ്പോൾ പറയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? താത്വികമായിരിക്കും. അതിന് കൃത്യവും വ്യക്തതയും സത്യവും നിത്യവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ അതാണ് ആരിഫീങ്ങളെ തത്വജ്ഞാനികൾ എന്ന് പറയുന്നത്. അള്ളാഹിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് തിരിച്ചറിഞ്ഞ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കൊണ്ട് തിരിച്ചറിഞ്ഞവനാണ് വലിയ എന്ന് പറഞ്ഞാൽ ഹസബമായി മുക്കിനു. അപ്പോൾ സാധ്യമാവുന്നതനുസരിച്ച് മനസ്സിലായി. അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകളെക്കുറിച്ച് നന്നായി ഇഹാത്ത ചെയ്യാൻ അത് ഔലിയാക്കൾക്ക് കഴിയില്ല. അത് പ്രവാചകന്മാർക്കാണ് കഴിയുക. അതും പ്രവാചകന്മാരിൽ തന്നെ തഫാവുല് ഉണ്ടാകും. അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകളെക്കുറിച്ച് അറഫ് ഹബീബായ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെയും മഅരിഫത്തിൻ്റെ പൂർണ്ണത അത് സ്വർഗത്തിലെത്തിയിട്ടാണ് എന്നുള്ളതാണല്ലോ നമ്മൾ പലയിടത്തും നമ്മൾ പഠിച്ചത്. അപ്പോൾ ഔലിയാക്കൾക്കുള്ള ആ സിഫത്തുകളുടെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദാത്തിനെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് അവർക്കുള്ള മുംകിനായതിൻ്റെ ഖദറനുസരിച്ചാണ്. അൽ മുവാലിബു അല ത്വആത്തി, ത്വഅത്തുകളുടെ മേൽ മുവാലിബായ ആളാണ്. പതിവായി ആ ത്വഅത്തുകളുടെ മേൽ നിലകൊള്ളുന്നുണ്ട്. പിന്നെ അൽ മുജ്തനിബു അനിൽ മആസ്വി, മആസ്വികളൊക്കെ വെടിഞ്ഞവനുമാണ്. പിന്നെ അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്തി, വികാരങ്ങളിലും രസങ്ങളിലുമൊക്കെ ഇൻഹമക്ക എന്ന് പറഞ്ഞാൽ അതിലങ്ങനെ ആണ്ടുപോകുന്നതിനെ തൊട്ട് അവർ തിരിഞ്ഞു കളയുന്നവരുമാണ്. അപ്പോൾ ദുനിയാവിൻ്റെ രസങ്ങളോ അതൊക്കെ ചില സൗകര്യങ്ങളൊക്കെ അവർ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഫാനിൻ്റെ ഒരു കാറ്റ് കൊള്ളുന്നതോ രോഗം വരുന്ന സമയത്ത് അതിനു പക്കമായ ചികിത്സ ചെയ്യുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയ സംഗതികളൊന്നും അവർ വലിയാണ് ആരിഫാണ് എന്നുള്ളതിനോടൊന്നും അത് എതിരല്ല. അപ്പോൾ അതിൽ ഇൻഹമക്ക എൻഹമിക്കു ഇൻഹിമാക്ക്, ആണ്ടുപൂണ്ട് പോകാൻ പാടില്ല. അതത്രേ അതിനെ കാണാനും അനുഭവിക്കാനും ചെയ്യാനും പാടുകയുള്ളൂ എന്ന്. ലദ്ദത്തും ഷഹവത്തുകളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാകും, ജോലി ചെയ്യുന്ന ഔലിയാക്കളുണ്ടാകും. അതൊക്കെ ആയാസങ്ങളും രസങ്ങളൊക്കെ വരുന്നത് അവർ അതിനായിട്ട് നിലകൊള്ളുന്നവരല്ല. അപ്പോൾ കറക്റ്റ് വലിയ എന്താണ് എന്നുള്ളത് അങ്ങോട്ട് തിരിച്ചറിയുമ്പോൾ അവർ അള്ളാഹുവിനെ അങ്ങോട്ട് അറിഞ്ഞ് ത്വഅത്തുകളുടെ മേലിൽ മുവാലിബായി തെറ്റുകളിൽ നിന്നൊക്കെ കണ്ട് വെടിഞ്ഞ് രസങ്ങളോടും അതിൻ്റെ ഭംഗികളോടൊക്കെ മനസ്സുകൊണ്ട് നോ പറഞ്ഞ് കഴിയുന്നവരാണ്
ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ധാരാളം മഹാന്മാർ, ധാരാളം തരീഫുകൾ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വകറാമതുഹു ളുഹൂറു അംരിൻ ഖാരിഖിൽ ആദത്തി മിൻ ഖിബലിഹി ഗൈറ മുഖാരിനിൽ ദഅവൻ നുബുവ. നുബുവത്തിനെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് സാധാരണയ്ക്ക് വിരുദ്ധമായിട്ട്, ആദത്തിനക്ക് വിരുദ്ധമായി കാര്യങ്ങൾ വെളിവാകുക, അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫമാ ഒന്നിൽ യകൂനു മക്റൂനൻ ബിൽ ഈമാനി വൽ അമലി സ്വാലിഹി യകൂനു ഇസ്തിദ്റാജ. ഫമാ ഒന്നിൽ യകൂനു മക്റൂനൻ ബിൽ ഈമാൻ, അത് ഈമാനോടെ ഈമാൻ ഇല്ലാത്ത ആളെന്നാണ്, വൽ അമലി സ്വാലിഹി സൽക്കർമ്മം ചെയ്യുന്ന ആളെന്നല്ല. യകൂനു ഇസ്തിദ്റാജ, അതെന്താണ്? ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂണ്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഇങ്ങനെ പോലെ നീട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ഒരു അതിന്മേൽ തന്നെ കൂടി അങ്ങനായി ഇങ്ങനായി നഞ്ഞി പിടിക്കാം എന്നർത്ഥത്തിന് വരും. ഇപ്പോൾ ചൂണ്ടയിട്ട് ആ ചൂണ്ടയിൽ മീൻ കൊത്തുമ്പോൾ തന്നെ നമ്മൾ വലിക്കൂല, കുറച്ചുകൂടെ ഇങ്ങനെ കൊത്തി എന്നിട്ട് പോയിക്കോട്ടെ. ഇനി ഏകദേശമായി മീൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന് ഉറപ്പാകുമ്പോഴാണ് നമ്മൾ മീനിനെ നമ്മുടെ കൈവരയിലെത്തിൽ ഒതുക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥ അല്ലാഹു തആല എന്ത് ചെയ്യും? കൊടുക്കും. ഔലിയാക്കൾ അല്ലാത്ത, ഈമാനില്ലാത്ത ആളുകളൊക്കെ കാണിക്കുന്ന സംഗതികളൊക്കെ അങ്ങനെ ഉണ്ട്. അതിനൊരു നിശ്ചിത പരിധിയിൽ നിന്നുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഒമാക്കുരുനും മക്കുറിനും ദേവനുവ കുനുമുജിസ. അപ്പോൾ ഈമാനുണ്ട്, അതിന് പറയേണ്ട ആവശ്യമില്ല. ഈമാനുണ്ട്, അമലു സ്വാലിഹുണ്ട്, അതോടുകൂടെ ദഅവൻ നുബുവ, നുബുവത്തിനെ വാദിക്കുന്നുണ്ടെങ്കിൽ യകൂനു മുജിസത്ത, അത് മഹളൻ മുജിസത്താകും. അതാണ് പ്രവാചകന്മാരിൽ നാം കണ്ടിട്ടുള്ളത്. ദലീലു അല ഹഖിയത്തിൽ കറാമ, കറാമത്ത് ഹക്കാണ് എന്നതിനുള്ള തെളിവെന്താ? മാ തവാതറ മിൻ കസീരിൻ മിനസ് സ്വഹാബ, മാ തവാതറ മിൻ കസീരിൻ മിനസ് സ്വഹാബത്തി, ധാരാളം സ്വഹാബാക്കളിൽ നിന്ന് തവാത്തുറായി വന്ന ഒന്നുണ്ട്. വമൻ ബഅദഹും ബിഹൈസു ലാ യുംകിനു ഇൻകാറുഹു, അത് നിഷേധിക്കാൻ പറ്റില്ല, സാധാരണക്ക് വിരുദ്ധമായി വരിക. എന്നാൽ ഓലോ മുഅ്മിനീങ്ങളാണ്, സൽക്കർമ്മികളുമാണ് അവർ. എന്നാൽ ഓരോ നുബുവത്ത് ബാധിച്ചിരിക്കണോ? ബാധിച്ചിട്ടുമില്ല. അപ്പോൾ അതെന്താണ്? അത് കറാമത്താണ്. അങ്ങനെയാണ് കറാമത്ത് തീരുമാനാക്കുന്നത്. അപ്പോൾ നിഷേധിക്കാൻ പറ്റും, ഒരാളിൽ നിന്നല്ല, ഒരുപാട് ആളിൽ നിന്നും, ഒന്നല്ല ഒരുപാട് തവണ. അപ്പോൾ പിന്നെ മുത്തവാത്തിറായി എന്നുള്ളതാണ് കറാമത്ത് ഹക്കാന്നുള്ളതിന് തെളിവ്. അല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ സ്ഥിരപ്പെടുന്നതുപോലെ ഔലിയാക്കളുടെ കറാമത്തുകൾ എന്ത് ചെയ്യാണ്? സ്ഥിരപ്പെടുക. അപ്പോൾ ഔലിയാക്കളുടെ കറാമത്ത് നിഷേധിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഏതെല്ലാം പ്രമാണങ്ങളുടെ സാധുതയെ നിഷേധിക്കേണ്ടി വരും. ആ മാനദണ്ഡം അവർ ഇങ്ങോട്ട് വെച്ച് പുലർത്തുകയാണെങ്കിൽ അവരൊക്കെ ഉൾക്കൊള്ളുന്ന തെളിവില്ലാത്ത ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായികൾ മാത്രമായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഔലിയാക്കൾ നമ്മുടെ ഈമാനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതും, ഈ ഔലിയാക്കളെ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യങ്ങളിലൂടെ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനും മനസ്സിലാക്കുമ്പോഴാണ് അവിടുത്തെ അടിസ്ഥാനപരമായി അദബാണ് എല്ലാത്തിൻ്റെയും മാർഗമെന്ന് മഹത്തുക്കൾ പറഞ്ഞു വെച്ചത് ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഖുസൂസൻ അൽ അംറൽ മുഷ്തറക വ ഇൻ കാനത്തി തഫാസീലു ആഹാദ, പ്രത്യേകിച്ചും മുഷ്തറക്കായ കാര്യങ്ങൾ. ഖുസൂസൻ അൽ അംറൽ മുഷ്തറക, ചില ആളുകളിൽ നിന്ന് ഉണ്ടായ കറാമത്ത് സമാനമായിട്ട് ധാരാളം ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. കൈകൊണ്ട് തടവി രോഗം സുഖപ്പെടുത്തിയത്, നിമിഷങ്ങൾക്കുള്ളിൽ ഇടങ്ങൾ വിട്ടുകടന്നത്, പലയിടങ്ങളിലായിട്ട് ഒരു സമയത്ത് കണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുഷ്തറക്കായ കാര്യങ്ങളുണ്ട്. വൈങ്കാനത്തി തഫാസീലു ആഹാദ, അതിൻ്റെ തഫാസീലുകളൊക്കെ ഓരോന്നിൻ്റെ വിശദീകരണങ്ങൾ വന്നത് ചിലതിൻ്റെതൊക്കെ എന്താണ് ആഹാദുകളാണ്, ചിലതുകളൊക്കെ മുഷ്തറക്കാണ്. എങ്ങനെയാണെങ്കിലും
അതെല്ലാം അനിഷേധ്യമായ കാര്യങ്ങൾ. വൈല അൽ കിതാബിനാത്തിക്കും ബിൽഹൂരിഹ മിൻ മറിയം, മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് കറാമത്തുണ്ടായതിന് പരിശുദ്ധ ഖുർആൻ തെളിവാണല്ലോ. അമിൻ സ്വാഹിബി സുലൈമാൻ സ്വല്ലല്ലാഹു അലൈഹി സ്വലാം, സ്വാഹിബ് സുലൈമാൻ ആരാ? സ്വാഹിബ് സുലൈമാൻ, അതിൻ്റെ വിശദീകരണം ഞാൻ എന്ത് ചെയ്യും, അത് കുറച്ച് കഴിഞ്ഞാൽ വരും. ഒന്ന് പിന്നെ സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. വബഅദ സുബൂത്തിൽ വഖൂഇ ലാ ഹാജത ഇലാ ഇസ്ബാത്തിൽ ജവാസി. അപ്പോൾ വബഅദ സുബൂത്തിൽ വഖൂഇ, ഒരു കാര്യം സംഭവിച്ചു എന്നതിൻ്റെ ശേഷം ലാ ഹാജത ഇലാ ഇസ്ബാത്തിൽ ജവാസി, അതിന് പറ്റാൻ സാധ്യത ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. സുമ്മ ഔറദ കലാമൻ യുഷീറു ഇലാ തഫ്സീറിൽ കറാമത്തി, കറാമത്തിനെ തഫ്സീറിലെ സൂചിപ്പിക്കുന്നതിലേക്ക് കലാമിനെ കൊണ്ടുവന്നു. വൈലാ തഫ്സീൽ ബഅദി ജസ്ഇയാതിഹിൽ മുസ്തബഅദത്തി ജിദ്ദ, വളരെ പിന്നെ മുസ്തബഅദത്തായിട്ട് അപൂർവമായി കാണുന്ന ചില ജുസ്ഇയാത്തിൻ്റെ ബഅദിൻ്റെ വിശദീകരണത്തിലേക്കും കൊണ്ടുവന്നു. അങ്ങനെ ഫഖാല മുസന്നിഫുകൾ പറഞ്ഞു, ഫതൽഹറുൽ കറാമത്തു അലാ തുരീഖി നഖ്സിൽ ആദത്തി ലിൽ വലിയ്യി മിൻ ഖത്ഇൽ മസാഫത്തിൽ ബഈദ ഫിൽ മുദ്ദത്തിൽ ഖലീല. ഇൻഷാ അല്ലാഹ്.